ഹായ് ഹലോ. കുറച്ച് ദിവസങ്ങൾ കാശ്മീരിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണ്. പോകുന്നത് ജമ്മു വരെ ഷെയർ ടാക്സിയിലും അവിടെ നിന്ന് ട്രെയിനിലുമാണ് കേട്ടോ ഡൽഹിക്ക് പോകുന്നത്. പക്ഷേ തലേദിവസം രാത്രി ഭയങ്കര സ്നോഫോൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലാൻഡ് സ്ലൈഡിങ് ഉണ്ടെന്നൊക്കെ കേട്ടു. പക്ഷേ ഞങ്ങൾക്ക് മുട്ടൻ പണി കിട്ടി കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലത്ത് നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ ഇത്. റോഡൊക്കെ ആകെ സ്നോ കൊണ്ട് മൂടി കിടക്കുവാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പെനിഹാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും പിടിച്ചിട്ടു. പിന്നെ വണ്ടി അങ്ങോട്ട് വിടുന്നില്ല. അവർ തിരിച്ച് ശ്രീനഗറിലേക്ക് പോകാനാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്, വൈകുന്നേരം ഓപ്പൺ ആകുമെന്ന് കരുതി. ഞങ്ങളുടെ ട്രെയിൻ രാത്രി 8:45 കേട്ടോ. രാജധാനി എക്സ്പ്രസ് ആണ്. പക്ഷേ ഞങ്ങൾക്കത് കിട്ടുമോ എന്നൊരു ഇപ്പോൾ ഒരു സംശയമായി തുടങ്ങിയിരിക്കുന്നു. കാറിൽ ആകെ ബോറടിച്ചിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും ഇതേ ടൈമിൽ ഞാൻ കാശ്മീരിൽ വന്നപ്പോൾ എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണത്തെ ഡ്രൈവർ സത്യത്തിൽ ഞങ്ങളോട് ഭയങ്കരമായിട്ട് സഹകരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം കാശ്മീരിലെ കുറേ കോമഡി വീഡിയോസൊക്കെ ഞങ്ങൾക്ക് കാണിച്ചൊക്കെ തരുവാണ് കേട്ടോ. പാവം ഒരു മനുഷ്യനായിരുന്നു അയാൾ. പക്ഷേ ഞങ്ങൾ ആ കോമഡിയൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. സത്യത്തിൽ ഈ വെയിറ്റിംഗ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുവാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി നിൽക്കുവാണ് കേട്ടോ. കാറിലിങ്ങനെ ഇരുന്നിരുന്ന് ചടപ്പായി. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം പിടിച്ചിട്ടേക്ക് കേട്ടോ. എല്ലാവരും വണ്ടി ഒതുക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. തലേദിവസം ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി. ഡ്രൈവർ തലേദിവസം ഞങ്ങളോട് പറഞ്ഞതാണ് രാത്രി തന്നെ പോകാമെന്ന്. പക്ഷേ ഞങ്ങളാ പറഞ്ഞത് രാവിലെ പോയാൽ മതിയെന്ന്. പക്ഷേ ആകെ ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഞങ്ങൾ റീൽസൊക്കെ ചെയ്യുവാണ് കേട്ടോ അവിടെ നിന്നിട്ട്. ഞങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ആ ട്രെയിൻ കിട്ടത്തില്ല. ആ സമയം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി കുറേയൊക്കെ അവിടെയൊക്കെ നിന്ന് കറങ്ങി നടക്കുന്നുണ്ട്. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ചുമ്മാ നടക്കുവാണ്. അപ്പം ഞാൻ അവിടെ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നടക്കാൻ പോയിട്ട് കാലൊക്കെ ആകെ നിറഞ്ഞു. സോക്സൊക്കെ ഊരി ഞാൻ വെയിൽ വന്നപ്പോൾ ഉണങ്ങാൻ വെച്ചേക്കും കേട്ടോ ഞാൻ അവിടെ. അങ്ങനെ നീണ്ട 9 മണിക്കൂറിന് ശേഷം വൈകുന്നേരം 6:30 ആയി കേട്ടോ. രാവിലെ 9:30ക്ക് ഞങ്ങളിവിടെ വന്നതാണ് കേട്ടോ. പക്ഷേ റോഡ് ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ രാത്രി 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു പരിചയമുള്ള ഒരാളുണ്ട് ഇവിടെ, കാശ്മീരിയാണ് ആൾ. അപ്പോൾ അയാൾ തിരിച്ച് വിളിച്ചു, അയാളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവർ അയാളെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.